സൺഡേ ആയതുകൊണ്ട് ഓഫീസില്ലാത്തതിനോട് കുറച്ച് റിലാക്സ്ഡ് ഒക്കെ ആയിക്കഴിഞ്ഞ് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ വേഗം കിച്ചണിലേക്ക് കയറാൻ നോക്കുന്നു. വേഗം എടുത്ത് ബീഫ് എടുത്ത് പിന്നെ വെള്ളത്തിലിട്ടുന്നു. പിന്നെ ആദ്യത്തെ നോമ്പായതുകൊണ്ട് ഒരു ഇത്തിരി ബീഫും പത്തിരിയും തന്നെ ആയിക്കോട്ടെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ വിചാരിച്ചു. പിന്നെ സ്നാക്സ് ആയിട്ട് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യം സെറ്റാക്കി വെച്ചാൽ നോമ്പിന് എന്നും ഇവിടെ ഒരു പുഴുക്ക് മസ്റ്റാണ് കേട്ടോ. എനിക്ക് പൂളായിരിക്കും അല്ലെങ്കിൽ പച്ചക്കായി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് പിന്നെ ചക്ക ഉണ്ടായതുകൊണ്ട് അമ്മച്ചി പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് നോക്കി. ഞാൻ പിന്നെ വേഗം എന്താക്കി ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് വെച്ച് ഉള്ളിയൊക്കെ വാട്ടി റെഡിയാക്കി വെച്ച് പത്തിരിയൊക്കെ പരത്തി അതിലാക്കി ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചു. കാരണം ഹൈസ് എണീച്ചാൽ പിന്നെ ഒന്നും നടക്കില്ല. അമ്മച്ചി ചക്കയൊക്കെ വേവിച്ച് കഴിഞ്ഞ് പിന്നെയുള്ള പത്തിരിപ്പണിയാണ് കേട്ടോ. നമ്മൾ വേഗം പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഈ പത്തിരി ഇറച്ചിപ്പത്തിരിൻ്റെതും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഒരുക്കാമല്ലോ എന്ന് വെച്ചാൽ. ഹൈസ് എണീച്ചാൽ പിന്നെ ഏത് ക്യാരക്ടറിലാണ് എണീച്ച് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചില ദിവസം നല്ല അമ്പിയായിട്ട് ചില ദിവസം നല്ല അന്യനായിട്ടാണ് എണീച്ച് വരിക. അതുകൊണ്ട് പിന്നെ വേഗം എൻ്റെ പണികളൊക്കെ വേഗം ഒന്ന് സെറ്റാക്കി ബീഫും കറി വെക്കാൻ വേണ്ടി റെഡിയാക്കി അതാ എണീറ്റ് വരുന്നത് നമ്മളാൾ. പിന്നെ ഹൈസിൻ്റെ പാലൊക്കെ കൊടുത്ത് ഓളെ ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ തന്നെ കുറച്ച് സമയം